2006 ഇറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ ഒരു കിഡിലം സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് പ്രസ്റ്റീജ്. നോളന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അത് ഗംഭീരമായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷെ ഈ സിനിമ ഗംഭീരമല്ല, അതുക്ക് മേലെ. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഇത്രയും ത്രില്ല് അടിപ്പിക്കുന്ന വേറെ സിനിമ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ബേസിക്കലി ഇതിന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ രണ്ട് മെജിഷ്യൻസ് തമ്മിലുള്ള ശത്രുതയാണ്. അതാണ് ഈ മൊത്തം സിനിമയും. പക്ഷേ നോളന്റെ സിനിമകളിലെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയ സിനിമകളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. കാരണം സാധാരണ ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ ട്വിസ്റ്റ് കാണും, പക്ഷെ ഇതിൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ട്വിസ്റ്റുകളുടെ ഒരു പെരുമഴയാണ്. യൂഷ്വലി വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യരുതെന്ന് ഞാൻ പറയാറില്ല, പക്ഷെ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണണം. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ സംസാരിച്ച സമയം കളയാതെ നമുക്ക് നേരെ സിനിമയിലോട്ട് പോകാം. ലണ്ടനിലെ ഒരു മാജിക് ഷോയുടെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയിലെ ഒന്നാമത്തെ പ്രധാന കഥാപാത്രമായ റോബർട്ട് ആണ് മജീഷ്യൻ. ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന വളരെ ഫേമസ് ആയ ഒരു മാജിക് ആണ് അവൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് ഷോ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു വലിയ ഉപകരണം സ്റ്റേജിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. മാജിക് തുടങ്ങുന്നതിന് മുന്നേ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിച്ച് നോക്കാമെന്ന് റോബർട്ട് പറഞ്ഞപ്പോൾ കുറെ പേര് വന്ന് ഉപകരണം മുഴുവൻ പരിശോധിച്ച് നോക്കി. അതിലൊരാള് സിനിമയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രമായ ആൽഫ്രഡ് ആയിരുന്നു. അവൻ റോബർട്ടിന്റെ ശത്രുവാണ്. ആൽഫ്രഡും റോബർട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സിനിമയുടെ അടിസ്ഥാനം. റോബർട്ടിനെ കൊല്ലാനാണ് അവൻ വന്നിരിക്കുന്നത്. റോബർട്ട് മാജിക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൽഫ്രഡ് താഴത്തെ നിലയിൽ സ്റ്റേജിന്റെ നേരെ അടിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ വെള്ളം നിറച്ച ഒരു ടാങ്ക് വെച്ചു. മാജിക്കിനിടയിൽ ആരും കാണാതെ റോബർട്ട് സ്റ്റേജിലെ ചെറിയൊരു വാതിലിലൂടെ താഴെ വീഴുമെന്ന് അവനറിയാം. അങ്ങനെ വീഴുമ്പോൾ ഇനി ഈ ടാങ്കിലായിരിക്കും നേരെ വന്ന് വീഴുന്നേ. അവൻ പ്രതീക്ഷിച്ചതുപോലെ മാജിക്കിനിടയിൽ റോബർട്ട് താഴെ ടാങ്കിൽ വന്ന് വീണു. വീണയുടൻ ടാങ്കിന്റെ അടപ്പ് ലോക്ക് ആവുകയും ചെയ്തു. അങ്ങനെ പുറത്തു കടക്കാൻ പറ്റാതെ റോബർട്ട് മുങ്ങി മരിച്ചു. ഈ പറഞ്ഞതെല്ലാം കട്ടറിന്റെ കാഴ്ചപ്പാടിൽ നടന്ന കാര്യങ്ങളാണ്. അതാരാണെന്ന് അടുത്ത സീനിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത് കോടതിയിലെ രംഗമാണ് കാണിക്കുന്നത്. ആൽഫ്രഡിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫ്രഡ് സ്റ്റേജിനടിയിലോട്ട് ഇറങ്ങി വരുന്നത് കട്ടർ കണ്ടിരുന്നു. മാജിക്കിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് കട്ടർ. അയാള് റോബർട്ടിന്റെ ഒരു വലം കൈ പോലത്തെ ആളായിരുന്നു. അയാൾ താഴെ ഇറങ്ങി വന്നപ്പോൾ റോബർട്ട് മുങ്ങി മരിക്കുന്നത് ക്രൂരമായിട്ട് നോക്കി നിൽക്കുന്ന ആൽഫ്രഡിനെയാണ് കണ്ടത്. അങ്ങനെ അയാൾ കാര്യങ്ങളെല്ലാം കോടതിയിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. കേസിന്റെ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ശേഷം അന്ന് വൈകുന്നേരം ആൽഫ്രഡിനെ കാണാൻ വേണ്ടി ഒരാൾ ജയിലിൽ വന്നു. അയാള് കാർലോ എന്നൊരു പുതിയ മെജിഷ്യന്റെ ആളാണ്. ആൽഫ്രഡ് എന്തായാലും ഇനി കുറെ കാലത്തേക്ക് ജയിലിലായിരിക്കും. അതുകൊണ്ട് ആൽഫ്രഡിന്റെ മാജിക്കുകളുടെ സീക്രട്സ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയാളെ അയച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടഡ് മാന്റെ സീക്രട്ട് ഒഴികെ ബാക്കി എല്ലാ സീക്രട്ടുകളും 5 ലക്ഷം രൂപയ്ക്ക് കാലിലോക്ക് വിൽക്കാമെന്ന് ആൽഫ്രഡ് സമ്മതിച്ചു. വേണമെങ്കിൽ കൂടുതൽ കാശ് കൊടുത്ത് ട്രാൻസ്പോർട്ടഡ് മാൻ വാങ്ങിക്കാനും അയാൾ തയ്യാറായിരുന്നു. പക്ഷെ എന്നിട്ടും ആൽഫ്രഡ് അത് വിൽക്കില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ മകൾ കാര്യം ഉണ്ടായിരിക്കില്ലെന്നും അതുകൊണ്ട് ഇപ്പൊ നീ കുറെ കാശ് സമ്പാദിച്ചാൽ അത് ഭാവിയിൽ നിന്റെ മകൾക്ക് ഉപകാരപ്പെടുമെന്നും അയാൾ ഓർമ്മപ്പെടുത്തി. അത് കേട്ടപ്പോൾ ട്രാൻസ്പോർട്ടഡ് മാനും കൂടെ വിൽക്കാമെന്ന് ആൽഫ്രഡ് സമ്മതിച്ചു. 10 വർഷങ്ങൾക്ക് മുന്നേ 1897 ഒരു രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇവിടുന്നാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. അന്ന് കട്ടറിന്റെ കീഴിൽ ഒരുപാട് മെജീഷ്യൻസ് ഉണ്ടായിരുന്നു. ആ മെജീഷ്യൻസിന്റെയൊക്കെ സഹായികളായിട്ടാണ് ആൽഫ്രഡും റോബർട്ടും പിന്നെ റോബർട്ടിന്റെ ഭാര്യ ജൂലിയയും ഒക്കെ ജോലി ചെയ്തിരുന്നത്. കട്ടറാണ് മെജീഷ്യൻസിന് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ജൂലിയ ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കാഴ്ചക്കാരെ പോലെ അഭിനയിക്കുന്നതായിരുന്നു ആൽഫ്രഡിന്റെയും റോബർട്ടിന്റെയും പ്രധാന ജോലി. മാജിക്കിനിടയിൽ 2 വോളണ്ടിയേഴ്സിനെ ജൂലിയ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അവളുടെ കൈയും കാലും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ കയറുകൊണ്ട് കെട്ടിവെപ്പിക്കും. എന്നിട്ട് അവളെ മെജീഷ്യൻ വെള്ളം നിറച്ച ഒരു ടാങ്കിൽ അടച്ചിടും. കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ അവള് കെട്ടൊക്കെ അഴിച്ച് ടാങ്കിന് പുറത്തു വരും. ഇതാണ് മെജീഷ്യന്റെ മെയിൻ മാജിക്. പക്ഷെ യഥാർത്ഥത്തിൽ കാഴ്ചക്കാരെ പോലെ വന്നിരിക്കുന്ന റോബർട്ടിനെയും ആൽഫ്രഡിനെയുമായിരിക്കും അവള് വോളണ്ടിയേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അവരെ ഒന്ന് നിസ്സാരമായിട്ട് അഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവളെ കെട്ടിവെക്കുന്നത്. ഇതാണ് ഈ മാജിക്കിന് പിന്നിലെ സീക്രട്ട്. ഷോ കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാജിഷ്യന്റെ മാജിക് ഒക്കെ ഭയങ്കര ബോറാണ്. അയാൾ 500 വർഷങ്ങൾക്ക് മുമ്പോട്ട് കാണിക്കാൻ തുടങ്ങിയ മാജിക്കുകളാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണേ. എന്തെങ്കിലും പുതിയ ട്രിക്കുകൾ കണ്ടുപിടിക്കാത്തവരൊന്നും ശരിക്കുള്ള മാജിഷ്യൻസ് അല്ല എന്ന് ആൽഫ്രഡ് പറഞ്ഞു. എന്നാ പിന്നെ നീ അങ്ങനെ വല്ല മാജിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടോടെ എന്ന് കട്ടർ ചോദിച്ചു. അയാൾ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷെ എന്റെ ഒരു ഐറ്റം ഉണ്ടെന്ന് ആൽഫ്രഡ് പറഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. എന്ത് മാജിക് ട്രിക്ക് ആണെങ്കിലും ശരി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അതൊക്കെ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും എന്ന് റോബർട്ട് പറഞ്ഞു.
ബേസിക്കലി ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ആൽഫ്രഡ് ശരിക്കും വളരെ നല്ല കഴിവുള്ള ഒരു മാജിഷ്യനാണ്. റോബർട്ടിന് അത്രത്തോളം കഴിവില്ല, പക്ഷെ അതിന് പകരം അവന് മറ്റു മജീഷ്യൻസിന്റെ മാജിക്കുകളൊക്കെ കോപ്പി അടിക്കാനും ആ മാജിക്കുകളൊക്കെ അതിനേക്കാൾ മികച്ച രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അതുപോലെ വളരെ മികച്ച രീതിയിൽ മാജിക്കുകളൊക്കെ അവതരിപ്പിക്കാനുള്ള കഴിവും റോബർട്ടിനുണ്ട്. മറ്റൊരു കാര്യം, ആൽഫ്രഡ് വളരെ പാവപ്പെട്ടവനാണ്. മാജിക് എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപജീവന മാർഗമാണ്. എന്നാൽ റോബർട്ട് അങ്ങനെയല്ല. അവൻ ഓൾറെഡി ഭയങ്കര റിച്ച് ആണ്. കാശൊന്നും അവനൊരു വിഷയമേ അല്ല. നാളൊരു കാലത്തിൽ വളരെ പ്രശസ്തനായ ഒരു മാജിഷ്യൻ ആകണമെന്നതാണ് അവന്റെ സ്വപ്നം. ഇവരുടെ രണ്ടുപേരുടെയും ഗുരുനാഥനെ പോലത്തെ ഒരാളാണ് കട്ടർ. ഇന്ന് നീ ജൂലിയുടെ കൈ കെട്ടിയത് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ചെറിയ പിഴവ് പറ്റിയാൽ തന്നെ അവളുടെ ജീവൻ പോലും നഷ്ടമാകും. ചില ദിവസങ്ങളിൽ നീ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാറുണ്ട്, എന്നാൽ ചില ദിവസങ്ങളിൽ നീ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത് എന്ന് കട്ടർ ആൽഫ്രഡിനോട് പറഞ്ഞു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സാധാരണ കെട്ടുന്നത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള കെട്ടൊന്നുമല്ല. അതിനുപകരം ഞാൻ പറഞ്ഞ രീതിയിൽ കെട്ടുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു ആൽഫ്രഡിന്റെ അഭിപ്രായം. എടാ, നീ പറയുന്ന രീതിയിലുള്ള കെട്ട് ഭയങ്കര ഡേഞ്ചറാണ്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ അത് അഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് കട്ടർ പറഞ്ഞപ്പോ അത് ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം എന്ന് ജൂലിയ പറഞ്ഞു. എങ്കിലും അത് വേണ്ട, ഇപ്പോ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് കട്ടർ പറഞ്ഞു. അടുത്ത ദിവസം വേറൊരു മജീഷ്യന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിനിടയിൽ ആൽഫ്രഡ് സാറയെ കണ്ടുമുട്ടി. കണ്ടപ്പോ തന്നെ അവൻ അവളോട് പ്രണയം തോന്നി. ഷോ കഴിഞ്ഞപ്പോ ആൽഫ്രഡ് സാറയുമായിട്ട് സംസാരിച്ചു. ആൽഫ്രഡിന്റെ രീതികളൊക്കെ കണ്ടപ്പോ സാറയ്ക്കും അവന്റെ അടുത്ത് ഇഷ്ടം തോന്നി. ശേഷം അടുത്ത ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവര് തമ്മിൽ പ്രണയത്തിലായി. കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. നേരത്തെ കണ്ട മജീഷ്യന്റെ കൂടെ വീണ്ടും അവര് ജൂലിയെ ടാങ്കിൽ മുക്കുന്ന മാജിക് ചെയ്യുകയായിരുന്നു. പതിവ് പോലെ റോബർട്ടിനെയും ആൽഫ്രഡിനെയുമാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷെ ഇത്തവണ കട്ടറിന്റെ വാക്ക് കേൾക്കാതെ സാധാരണ കെട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ആൽഫ്രഡ് അവളുടെ കൈ കെട്ടിവെച്ചത്. അവൾ ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവനങ്ങനെ ചെയ്തത്, അല്ലാതെ അവന്റെ ഇഷ്ടത്തിന് അങ്ങ് തോന്നിയതുപോലെ ചെയ്തതല്ല. പക്ഷെ അത് കാരണം അവൾ പ്രതീക്ഷിച്ച പോലെ എളുപ്പത്തിൽ അവൾക്ക് കയ്യിലെ കെട്ടഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ സമയം കഴിഞ്ഞിട്ടും പുറത്തു വരാത്തത് കൊണ്ട് സംശയം തോന്നി കട്ടർ പെട്ടെന്ന് ഓടി വന്ന് മറ നീക്കി നോക്കിയപ്പോ അവൾ കെട്ടഴിക്കാൻ പറ്റാതെ വെള്ളത്തിൽ കിടന്ന് പിടയുകയാണ്. കട്ടർ ഒരു കോടാലി കൊണ്ട് ടാങ്കിനെ പൊട്ടിച്ചു. പക്ഷെ പൊട്ടിച്ച് തീരുന്നതിന് മുന്നേ അവൾ മരിച്ചു പോയിരുന്നു. ഇതോടെയാണ് റോബർട്ടും ആൽഫ്രഡും ശത്രുക്കളായി മാറിയത്. അവളുടെ ഫ്യൂണറലിന്റെ ദിവസം ആൽഫ്രഡ് വന്ന് റോബർട്ടിനോട് സോറി പറഞ്ഞു. നീ എങ്ങനെയാ അവളുടെ കൈ കെട്ടി വെച്ചത്? പതിവ് പോലെയാണോ അതോ വേറെ രീതിയിലാണ് എന്ന് റോബർട്ട് ആൽഫ്രഡിനോട് ചോദിച്ചു. പക്ഷെ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്നും നിർഭാഗ്യവശാൽ അതെനിക്ക് അറിയില്ലെന്നുമാണ് ആൽഫ്രഡ് പറഞ്ഞത്. റോബർട്ടിനാണെങ്കിൽ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ആൽഫ്രഡ് വേറെ രീതിയിലാണ് കെട്ടിയതെന്ന് അവൻ ഉറപ്പായിരുന്നു. അതെങ്ങനെയാ നീ കെട്ടിയതെങ്ങനെയാന്ന് നിനക്കറിഞ്ഞൂടാത്തെ എന്നും പറഞ്ഞ് ആൽഫ്രഡിനോട് അവൻ ദേഷ്യപ്പെട്ടു. അടുത്ത് വീണ്ടും കുറച്ചു മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം പിന്നെ ആൽഫ്രഡ് കട്ടറിന്റെ കൂടെയല്ല. അവനിപ്പോ സ്വന്തമായിട്ട് തെരുവുകളിൽ ചെറിയ ചെറിയ മാജിക് ഷോകളൊക്കെ നടത്തുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാശൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുന്നേ അവൻ സാറയെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഒരു ദിവസം സാറ വീട്ടിൽ വന്നപ്പോ അവിടെ ആൽഫ്രഡിന്റെ വലം കൈയായ ഫാലൻ ഇരിക്കുന്നത് കണ്ടു. ലണ്ടനിലെ ഒരു വലിയ തിയേറ്ററിൽ ഷോ അവതരിപ്പിക്കാൻ ആൽഫ്രഡിന് ഒരു അവസരം കിട്ടിയെന്ന വിവരം അറിയിക്കാനാണ് അവൻ വന്നത്. ഷോയ്ക്ക് വേണ്ടി അയാൾ കുറെ വില കൂടിയ ഉപകരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോ ഇപ്പൊ തന്നെ നമ്മൾ പട്ടിണിയിലാണ്. ഇനി ഇതിന്റെയൊക്കെ കാശ് നമ്മൾ എങ്ങനെ അയാൾക്ക് കൊടുക്കും എന്ന് സാറ ആൽഫ്രഡിനോട് ചോദിച്ചു. നീ പേടിക്കേണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ല. ഫാലൻ എന്റെ ചങ്കാണ്, കാശ് കിട്ടുമ്പോ കൊടുത്താൽ മതിയെന്ന് ആൽഫ്രഡ് പറഞ്ഞു. അപ്പോഴാണ് ആൽഫ്രഡിന്റെ കയ്യിൽ ഒരു തോക്കിരിക്കുന്നത് സാറയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതെന്തിനാണെന്ന് സാറ ചോദിച്ചപ്പോ അത് ബുള്ളറ്റ് ക്യാച്ച് എന്ന മാജിക്കിന് വേണ്ടിയിട്ടാണെന്ന് ആൽഫ്രഡ് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ തോക്കിൽ വെടിമരുന്ന് നിറച്ച് ബുള്ളറ്റ് വിടും. ശേഷം ശരിക്കുമുള്ള കാണികളിൽ ആരെങ്കിലും ഒരാളെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഈ തോക്കിനെ അയാളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് മജീഷ്യന്റെ നെഞ്ചത്ത് വെടിവെക്കാൻ പറയും. അങ്ങനെ വെടിവെക്കുമ്പോൾ മജീഷ്യൻ ആ ബുള്ളറ്റിനെ കൈ കൊണ്ട് പിടിച്ചെടുക്കും. ഇതാണ് ബുള്ളറ്റ് ക്യാച്ച്. ആൽഫ്രഡ് സാറയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവൾ അത്ഭുതത്തോടെ അവന്റെ അടുത്ത് ചോദിച്ചു. ആദ്യം അവൻ മടിച്ചെങ്കിലും അവൾ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തു. യഥാർത്ഥത്തിൽ തോക്ക് കൊടുക്കുന്നതിന് മുന്നേ ആരും കാണാതെ മജീഷ്യൻ ബുള്ളറ്റ് എടുത്ത് മാറ്റി കയ്യിൽ വെച്ചിരിക്കും. അപ്പോൾ വെടി പൊട്ടുന്ന സമയത്തിൽ ശബ്ദം മാത്രമേ കേൾക്കൂ. അതോടൊപ്പം ബുള്ളറ്റ് പിടിച്ചെടുക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് കയ്യിലിരിക്കുന്ന ബുള്ളറ്റിനെ കാഴ്ചക്കാർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ കാഴ്ചക്കാരുടെ കണ്ണിൽ അയാൾ ശരിക്കും ബുള്ളറ്റിനെ പിടിച്ചെടുത്താണെന്ന് തോന്നും. അങ്ങനെ ആ സീക്രട്ട് പറഞ്ഞു കൊടുത്തപ്പോ അവളൊരു സന്തോഷ വാർത്ത പറഞ്ഞു. അവള് പ്രഗ്നന്റ് ആണ്. അത് കേട്ടപ്പോൾ ആൽഫ്രഡിന് ഒരുപാട് സന്തോഷമായി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ആൽഫ്രഡ് പറഞ്ഞു. അത് കേട്ടപ്പോ ചില ദിവസങ്ങളിൽ നീ ഇഷ്ടമാണെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്, പക്ഷെ ചില ദിവസങ്ങളിലാണെങ്കിൽ നീ അത് വെറുതെ പറയുന്നതുമാണ്. ഇന്ന് നീ അത് വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം എന്ന് സാറ പറഞ്ഞു. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. ഒരു വർഷത്തിന് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ജൂലിയ മരിച്ച വിഷമത്തിൽ റോബർട്ട് ഇപ്പോൾ മാജിക് ഒന്നും ചെയ്യാതെ വെറുതെ നടപ്പാണ്. എങ്ങനെയെങ്കിലും ആൽഫ്രഡിനോട് പ്രതികാരം ചെയ്യണമെന്നതാണ് റോബർട്ടിന്റെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആൽഫ്രഡിന്റെ ഷോ കാണാൻ കുറെ പേരെത്തി.
പക്ഷെ ആൾക്കാർക്കൊന്നും ഷോ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ ബുള്ളറ്റ് ക്യാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. കാഴ്ചക്കാർക്കിടയിൽ നിന്നൊരാളെ വോളണ്ടിയർ ആയിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അയാളുടെ കയ്യിൽ തോക്ക് കൊടുത്തു. എന്നാൽ അത് യഥാർത്ഥത്തിൽ റോബർട്ട് ആയിരുന്നു. അവൻ വേഷം മാറി വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ വേറെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് തോക്കിലിട്ടു. എന്നിട്ട് ആൽഫ്രഡിന് നേർക്ക് തോക്ക് ചൂണ്ടി. അപ്പോഴാണ് അത് റോബർട്ട് ആണെന്ന് ആൽഫ്രഡ് തിരിച്ചറിഞ്ഞത്. അവൻ ജൂലിയയെ കൊന്നതിനെ പ്രതികാരം ചെയ്യാൻ വന്നതാണ്. ബുള്ളറ്റ് ക്യാച്ചിനിടയിലാകുമ്പോൾ അത് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് അവന് രക്ഷപ്പെടാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ ആൽഫ്രഡിനെ വെടിവെച്ചു. കൃത്യസമയത്ത് തന്നെ ഫാലൻ വന്ന് റോബർട്ടിനെ പിടിച്ചു മാറ്റിയതുകൊണ്ട് ആൽഫ്രഡിന്റെ കയ്യിലാണ് വെടികൊണ്ടത്. അവന്റെ 2 വിരലുകൾ അറ്റുപോയി. വീട്ടിൽ വന്നപ്പോൾ സാറ അവന്റെ മുറിവ് വെച്ച് കെട്ടിക്കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കട്ടർ റോബർട്ടിനെ കാണാൻ വന്നു. ജൂലിയ മുങ്ങി മരിച്ച ടാങ്ക് നിർമ്മിച്ചത് കട്ടറാണ്. അതുകൊണ്ട് ജൂലിയയുടെ മരണത്തിന് താനും ഒരു കാരണമാണെന്നാണ് കട്ടർ കരുതുന്നത്. അതുകൊണ്ട് അയാൾക്ക് റോബർട്ടിനോട് സഹതാപവുമുണ്ട്. അതിന്റെ പ്രായച്ചിത്തം എന്ന രീതിയിൽ റോബർട്ടിന്റെ ആഗ്രഹം പോലെ അവനെ വലിയൊരു മാജിഷ്യൻ ആക്കാൻ സഹായിക്കാനാണ് കട്ടറിന്റെ തീരുമാനം. അത് പറയാനാണ് അയാൾ വന്നത്. എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാമെന്ന് റോബർട്ടും പറഞ്ഞു. ശേഷം മാജിക്കിന് വേണ്ടി കട്ടർ പുതിയ കുറെ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു. എന്നിട്ട് ലണ്ടനിൽ തന്നെ വലിയൊരു തിയേറ്ററും സംഘടിപ്പിച്ചു കൊടുത്തു. ഒപ്പം പുതിയൊരു അസിസ്റ്റന്റ് പെണ്ണിനെയും കണ്ടെത്തി. അങ്ങനെ റോബർട്ടിനെ പ്രശസ്തനായ ഒരു മജീഷ്യൻ ആക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും അയാൾ ചെയ്തു കൊടുത്തു. ഒളിവിയയാണ് പുതിയ അസിസ്റ്റന്റ്. പിന്നെ കുറെ മാസങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം അവന്റെ ഷോയുടെ ദിവസമായി. വളരെ മികച്ച രീതിയിൽ തന്നെ അവൻ മാജിക്കുകളൊക്കെ പെർഫോം ചെയ്തു. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു പ്രാവിനെ അപ്രത്യക്ഷമാക്കുന്ന മാജിക് അവതരിപ്പിക്കുന്നതിന് മുന്നേ പ്രാവും പ്രാവിന്റെ കൂടുമൊക്കെ റിയൽ ആണോ എന്ന് പരിശോധിക്കാൻ കാഴ്ചക്കാരിൽ നിന്ന് 3 പേരെ സ്റ്റേജിലോട്ട് വിളിച്ചു. എല്ലാരും വന്ന് കൂട് പരിശോധിക്കുന്നതിനിടയിലാണ് അതിലൊരാളെ അവൻ ശ്രദ്ധിച്ചത്. അത് ആൽഫ്രഡ് ആയിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ സമയം കിട്ടുന്നതിന് മുന്നേ ആൽഫ്രഡ് ആ കൂടിന്റെ സ്പ്രിങ്ങിൽ പിടിച്ചു വലിച്ചു. അപ്പോഴാ കൂട് മടങ്ങുകയും അത് കാരണം മറ്റു 2 പേരുടെയും കൈകളിൽ ചെറിയ മുറിവുകൾ പറ്റുകയും ചെയ്തു. അങ്ങനെ അവന്റെ ഷോ മുടങ്ങി. ആൽഫ്രഡിനെ വെടിവെച്ച് 2 വിരലുകൾ നഷ്ടപ്പെടുത്തിയതിന് പകരം അവന്റെ ഒരു ചെറിയ പ്രതികാരമായിരുന്നു ഇത്. ഷോ മുടങ്ങിയ ശേഷം കാഴ്ചക്കാരെ പോലും അപകടത്തിൽപ്പെടുത്തുന്ന ഇത്രയും ഡേഞ്ചറസ് ആയ ഷോ ഇനി ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞ് തിയേറ്റർ ഉടമ റോബർട്ടിനെയും കോട്ടരെയും ഇറക്കി വിടുകയും ചെയ്തു. പക്ഷേ ലണ്ടനിൽ ഇതിനേക്കാൾ വലിയ തിയേറ്ററുകൾ വേറെയും ഒരുപാടുണ്ട്. അതുമാത്രമല്ല മാജിക് ഷോകളിൽ ഇത്തരത്തിലുള്ള ചെറിയ ആക്സിഡന്റുകൾ പറ്റുന്നത് അന്ന് പതിവായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും റോബർട്ടിനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. അവൻ അടുത്ത ആഴ്ച മുതൽ മറ്റൊരു തിയേറ്ററിൽ വീണ്ടും ഷോ നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ലണ്ടനിലെ ഒരു പബ്ലിക് ഹാളിൽ വെച്ച് ശാസ്ത്രജ്ഞരും വിദഗ്ധരുമൊക്കെ നടത്തുന്ന ഒരു സയന്റിഫിക് ഷോയുടെ വിവരം കട്ടർ അറിയാനിടയായി. ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പല ഉപകരണങ്ങളും ഇത്തരം ഷോകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് വാങ്ങാൻ വേണ്ടി അയാൾ റോബർട്ടിനെ പറഞ്ഞയച്ചു. അവിടെ റോബർട്ട് നിരവധി ഉപകരണങ്ങൾ കണ്ടു. പക്ഷെ അതിൽ അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിക്കോള ടെസ്ലയുടെ ഒരു ഉപകരണമാണ്. അത് വളരെ ശക്തമായ മിന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കാണാൻ വളരെ അത്ഭുതാവഹമായിരുന്നു. ടെസ്ല അവിടെ വന്നിട്ടില്ല. അതിനു പകരം ടെസ്ലയുടെ അസിസ്റ്റന്റ് ആലി വന്നിട്ടുണ്ട്. ഈ ഉപകരണം എന്താണെന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്തിൽ ഉപകരണം കൂടുതൽ ശക്തമായ മിന്നലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആൾക്കാരെല്ലാം പേടിച്ചു പോയി. പേടിക്കാനൊന്നുമില്ല, ഇത് വളരെ സേഫ് ആണ്, ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആലി ആൾക്കാരെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ മിന്നലിന്റെ തീവ്രത വീണ്ടും കൂടി വന്നപ്പോ എല്ലാവരും പേടിച്ച് ഹാളിൽ നിന്ന് പുറത്തുപോയി. എന്നാൽ ഒരാൾ മാത്രം ഒരു പേടിയും ഇല്ലാതെ അവിടെ ഇരിക്കുന്നത് റോബർട്ട് കണ്ടു. അത് വേറെ ആരുമല്ല, ആൽഫ്രഡ് ആയിരുന്നു. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള എന്ന മനോഭാവത്തോടെയാണ് ആൽഫ്രഡ് അവിടെ ഇരിക്കുന്നത്. അത് കണ്ട് റോബർട്ട് അതിശയിച്ചു. ശേഷം ആൽഫ്രഡ് ഇറങ്ങിപ്പോയപ്പോ അവൻ കാണാതെ റോബർട്ട് അവനെ ഫോളോ ചെയ്തു. ആൽഫ്രഡ് അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വഴിയിൽ വെച്ച് അവന്റെ ഭാര്യയോടും കുഞ്ഞിനോടും സംസാരിക്കുന്നത് അകലെ നിന്ന് റോബർട്ട് കണ്ടു. അപ്പോഴാണ് ആൽഫ്രഡിന് ഒരു കുടുംബമുണ്ടെന്ന കാര്യം റോബർട്ട് മനസ്സിലാക്കുന്നത്. അത് കണ്ടപ്പോൾ റോബർട്ടിന് അവനോട് ഭയങ്കരമായിട്ട് അസൂയ തോന്നി. റോബർട്ടിനും ഇപ്പോൾ ഇതുപോലെ ഒരു കുടുംബം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അതില്ലാതാക്കിയത് ആൽഫ്രഡ് ആണല്ലോ. അതുകൊണ്ട് അസൂയയേക്കാൾ കൂടുതൽ ദേഷ്യമാണ് അവന് തോന്നിയത്. ശേഷം ഒരു ദിവസം ഒലിവിയ നോക്കിയപ്പോൾ റോബർട്ട് കുറെ വിഗുകളൊക്കെ റെഡിയാക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. സംഭവം ആൽഫ്രഡിന്റെ ഷോകളിൽ റോബർട്ട് എപ്പോഴും വേഷം മാറി പോകാറുണ്ട്. എന്നിട്ട് ആൽഫ്രഡ് ചെയ്യുന്ന മാജിക്കുകളെല്ലാം അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഇവന്റെ ഷോയിൽ ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇതാണിപ്പോ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൽഫ്രഡിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാരെ റോബർട്ടിന് കിട്ടാറുണ്ട്. ഇങ്ങനെ തന്നെ തുടർന്നാൽ അധികം വൈകാതെ തന്നെ ആൽഫ്രഡ് മുഴുവൻ തകരും. അത് തന്നെയാണ് റോബർട്ടിന്റെ ലക്ഷ്യവും. ആൽഫ്രഡിന്റെ അടുത്ത് നിനക്കിന് പകയൊന്നും കാണത്തില്ലെന്നാണ് കട്ടർ വിചാരിക്കുന്നത് എന്ന് ഒളിവിയ റോബർട്ടിനോട് പറഞ്ഞു. പക കാണില്ലെന്നോ? എന്റെ ഭാര്യ അവനാണ് കൊന്നത്. എന്നിട്ട് ഞാൻ തിരിച്ച് അവന്റെ വെറും 2 വിരലുകൾ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ അവന്റെ അടുത്തുള്ള പക അത്ര പെട്ടെന്നൊന്നും എനിക്ക് തീരില്ല എന്നാണ് റോബർട്ട് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ആൽഫ്രഡ് ഒരു പുതിയ ട്രിക്ക് ചെയ്യാൻ തുടങ്ങി. ദി ട്രാൻസ്പോർട്ടഡ് മാൻ എന്നാണ് ട്രിക്കിന്റെ പേര്. ഒരു ബോക്സിനുള്ളിൽ കയറിയിട്ട് അവൻ മറ്റൊരു ബോക്സിലൂടെ ഇറങ്ങി വരും. അതായത് ടെലിപോർട്ട് ചെയ്യുന്നത് പോലെ തോന്നും. ഇതാണ് അവന്റെ പുതിയ മാജിക്. ആൾക്കാരെല്ലാം ഇത് കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഈ ഒരൊറ്റ മാജിക് കാരണം ആൽഫ്രഡ് വളരെ വേഗം വളരാൻ തുടങ്ങി. ഈ മാജിക്കിനെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ റോബർട്ട് തീരുമാനിച്ചു.
പക്ഷെ ഇതെങ്ങനെ അവൻ ചെയ്യുന്നുവെന്ന് എത്ര ചിന്തിച്ചിട്ടും റോബർട്ടിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. വേണമെങ്കിൽ ഒരു ഡബിളിനെ വെച്ച് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് കട്ടർ പറഞ്ഞു. ഡബിൾ എന്ന് വെച്ചാൽ ഒരാളുടെ അതേ രൂപത്തിലുള്ള മറ്റൊരാള്. പക്ഷെ ആൽഫ്രഡ് അങ്ങനെ ഡബിളിനെ വെച്ചല്ല ചെയ്യുന്നതെന്ന് റോബർട്ടിന് ഉറപ്പായിരുന്നു. കാരണം ആദ്യം ബോക്സിൽ കയറുന്ന സമയത്തിലും പിന്നെ രണ്ടാമത്തെ ബോക്സിലൂടെ ഇറങ്ങി വരുന്ന സമയത്തിലും അവന്റെ കൈ വിരലുകൾ ഇല്ലാത്തത് റോബർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഡബിളിനെ ഉപയോഗിക്കുന്നില്ല, രണ്ടും ഒരാൾ തന്നെയാണ്. അവന്റെ ശരിക്കുമുള്ള സീക്രട്ട് നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിലേ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് റോബർട്ട് വാശി പിടിച്ചു. പക്ഷെ അത് കണ്ടുപിടിക്കുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും. അതിനേക്കാൾ നല്ലത് നമുക്കൊരു ഡബിളിനെ വെച്ച് തന്നെ ഇതങ്ങ് ചെയ്യുന്നതാണെന്ന് കട്ടർ പറഞ്ഞു. വേറെ വഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ റോബർട്ട് അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അവര് റോബർട്ടിന് ഒരു ഡബിളിനെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ആ തിരച്ചിൽ 1.5 വർഷം തുടർന്നു. ഈ കാലത്തിനിടയിൽ ഒലിവിയയും റോബർട്ടും ഒരുപാട് അടുത്തു. അവൾക്ക് അവനോട് ശരിക്കും പ്രണയമാണ്. പക്ഷെ അവൻ അങ്ങനെയൊന്നുമില്ല, അവന് മാജിക് മാത്രമാണ് ലക്ഷ്യം. എന്തായാലും 1.5 വർഷങ്ങളുടെ തിരച്ചിലിന് ശേഷം അവസാനം ഒലിവിയയാണ് ഒരു ഡബിളിനെ കണ്ടെത്തിയത്. ഗാരി എന്നാണ് അവന്റെ പേര്. അവനൊരു ഫുൾ ടൈം കുടിയനാണ്. എങ്കിലും അവനെ കാണാൻ കറക്റ്റ് റോബർട്ടിനെ പോലെ തന്നെ. അതുകൊണ്ട് ഇവൻ മതിയെന്ന് കട്ടറും റോബർട്ടും തീരുമാനിച്ചു. ഈ കാലം കൊണ്ട് ആൽഫ്രഡ് വളരെ ഫേമസ് ആയി മാറി. അവൻ പുതിയ വീടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗാരിയെ കട്ടർ 1 മാസം കൊണ്ട് തന്നെ റോബർട്ടിനെ പോലെയാക്കി മാറ്റി. എന്നിട്ട് അവസാനം ദി ന്യൂ ട്രാൻസ്പോർട്ടർ മാൻ എന്ന പേരിൽ റോബർട്ട് ആ മാജിക് അവതരിപ്പിക്കാൻ തുടങ്ങി. 2 വാതിലുകൾ ഉണ്ടായിരിക്കും. അവൻ ഒരു വാതിലിലൂടെ കയറി മറ്റേ വാതിലിലൂടെ ഇറങ്ങി വരും. അത് കാണാൻ ശരിക്കും അതിശയകരമായിരുന്നു. ആൾക്കാർക്കെല്ലാം ഈ പുതിയ മാജിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത് ആൽഫ്രഡിന്റെ മാജിക്കിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു. ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, വാതില് തുറക്കുന്ന സമയത്ത് റോബർട്ട് നിൽക്കുന്നതിന് കീഴിൽ മറ്റൊരു വാതില് തുറക്കപ്പെടും. അതിലൂടെ അവൻ താഴെ ഒരു മെത്തയിൽ ചെന്ന് വീഴും. അതേ സമയത്തിൽ മറ്റേ വാതിലിന്റെ അടിയിൽ നിൽക്കുന്ന ഗാരി വാതിൽ തുറന്ന് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ കാണുന്നവർക്ക് അവൻ ടെലിപോർട്ട് ആയതുപോലെ തോന്നും. അന്ന് രാത്രി കട്ടറും ഒളിവിയയും അവരുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ റോബർട്ടിന് മാത്രം വിഷമമാണ്. കാരണം മാജിക്കിന്റെ അവസാനം എല്ലാവരും കൈയടിക്കുന്ന സമയത്തിൽ അവൻ സ്റ്റേജിന്റെ അടിയിലായിരിക്കും. അവനെ ആരും കാണുന്നില്ല. അതിന് പകരം ഗാരിക്കാണ് കയ്യടി മുഴുവൻ കിട്ടുന്നത്, അല്ലാതെ റോബർട്ടിനല്ല. അത് റോബർട്ടിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ ആൽഫ്രഡിനാണെങ്കിൽ അങ്ങനെ ഡബിളിന്റെ ആവശ്യവുമില്ല, സ്റ്റേജിനടിയിൽ ഒളിച്ചിരിക്കേണ്ടതുമില്ല. അവസാനം കയ്യടി കിട്ടുന്നതും അവന് തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ അതെങ്ങനെ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയേ പറ്റൂ എന്നൊക്കെയാണ് റോബർട്ട് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നീ അവന്റെ അടുക്കൽ പോകണമെന്നും അവന്റെ കൂടെ നിന്ന് അവനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് ആ സീക്രട്ട് കണ്ടുപിടിക്കണമെന്നും അവൻ ഒളിവിയോട് പറഞ്ഞു. അങ്ങനെ അവള് നേരെ ആൽഫ്രഡിന്റെ പക്കൽ പോയി. പല കള്ളങ്ങളും പറഞ്ഞ് അവൾ ആൽഫ്രഡിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗാരി വന്നിട്ട് എനിക്ക് ശമ്പളം കൂട്ടിത്തരണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറില്ലെന്ന് കട്ടറിനോട് പറഞ്ഞു. സാധാരണ ഒരുപാട് കാലം കഴിയുമ്പോഴാണ് ഇങ്ങനെ ശമ്പളം കൂട്ടി ചോദിക്കാൻ കഴിയുമെന്ന് ഡബിൾസ് തിരിച്ചറിയുന്നത്. പക്ഷെ ഇവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത് തിരിച്ചറിഞ്ഞുവെന്നോർത്ത് കട്ടർ അത്ഭുതപ്പെട്ടു. സംഭവം റോബർട്ട് ഡബിളിനെ വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് ആൽഫ്രഡ് മനസ്സിലാക്കി. അവനാണ് ഗാരിയുടെ അടുത്ത് വന്ന് ശമ്പളം കൂട്ടി ചോദിക്കാൻ നിനക്ക് അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗാരിയെ പിരികേറ്റി വിട്ടത്. എന്തായാലും കട്ടർ വന്ന് റോബർട്ടിനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് ഇനി നമുക്ക് ഈ ന്യൂ ട്രാൻസ്പോർട്ടർ മാൻ ചെയ്യേണ്ട. ഒരു മാജിക് ട്രിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ അത് പിന്നെ അധികകാലം നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആൽഫ്രഡിന്റെ ട്രിക്ക് ഒളിവിയ ഉടനെ കണ്ടെത്തും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഗാരി ചോദിക്കുന്ന കാശ് കൊടുത്ത് അവനെ പിണക്കാതെ നിർത്താമെന്നാണ് റോബർട്ട് പറഞ്ഞത്. പക്ഷെ അന്ന് ഷോയ്ക്കിടയിൽ റോബർട്ട് ഒരു വശത്തിലെ വാതിൽ പ്രവേശിച്ചപ്പോൾ മറുവശത്തിലൂടെ വന്നത് ആൽഫ്രഡ് ആയിരുന്നു. ഗാരിയെ അവൻ സ്റ്റേജിന് മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. താഴെ അവൻ മെത്തയും എടുത്തു മാറ്റിയിരുന്നു. അങ്ങനെ താഴെ വീണ റോബർട്ടിന്റെ കാൽ ഒടിഞ്ഞുപോയി. അങ്ങനെ റോബർട്ടിന്റെ സീക്രട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇതുപോലെ ഉടായിപ്പല്ല, ശരിക്കുമുള്ള മാജിക് കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ഷോയ്ക്ക് വന്നാൽ മതിയെന്നും കാഴ്ചക്കാരോട് ആൽഫ്രഡ് പറഞ്ഞു. അത് റോബർട്ടിന് വലിയ നാണക്കേടായി പോയി. പിന്നെ അവൻ ഷോകളൊന്നും നടത്തിയില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒളിവിയ റോബർട്ടിനെ കാണാൻ വന്നു. അവളുടെ കയ്യിൽ ആൽഫ്രഡിന്റെ മാജിക് ട്രിക്കുകളുടെ മുഴുവൻ സീക്രട്സും അടങ്ങിയ ഒരു ഡയറി ഉണ്ടായിരുന്നു. അത് റോബർട്ടിന് കൊടുക്കാനാണ് അവൾ വന്നത്. പക്ഷെ എന്തോ ഒരു സീക്രട്ട് കോഡ് വാക്ക് ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ആ സീക്രട്ട് വാക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. എന്നാൽ ആ സീക്രട്ട് വാക്ക് എന്താണെന്ന് അവൻ അറിയില്ല. അവൾക്കും അത് അറിയില്ലായിരുന്നു. അതില്ലാതെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് റോബർട്ട് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഞാനിത് തിരിച്ചു കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഞാനാണിത് മോഷ്ടിച്ചതെന്ന് അവൻ കണ്ടുപിടിക്കുമെന്ന് ഒളിവിയ പറഞ്ഞു. അതിനിപ്പോ എന്താ കുഴപ്പം? ഇനി നീ എന്തായാലും തിരിച്ചു പോകുന്നില്ലല്ലോ എന്ന് റോബർട്ട് ചോദിച്ചു. അപ്പോഴാണ് മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നീ പോയി ആൽഫ്രഡിന്റെ കൂടെ നിൽക്കണമെന്ന് റോബർട്ട് പറഞ്ഞപ്പോ അവൾ ഷോക്കായി പോയിരുന്നു. റോബർട്ടിന് ഷോയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, അല്ലാതെ അവളോട് സ്നേഹമൊന്നുമില്ല എന്ന് അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അവൾ ചെന്ന് ആൽഫ്രഡിനോട് സത്യമാണ് പറഞ്ഞത്. അതായത് ആൽഫ്രഡിന്റെ സീക്രട്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റോബർട്ട് തന്നെ ആൽഫ്രഡിന്റെ പക്കൽ അയച്ചതെന്ന സത്യം. അതിനുശേഷം പിന്നെ പതിയെ ആൽഫ്രഡുമായിട്ട് അവൾ പ്രണയത്തിലായി മാറുകയും ചെയ്തു.
പിന്നെ ഇപ്പോൾ ആൽഫ്രഡിന്റെ ഡയറി മോഷ്ടിച്ചുകൊണ്ട് വന്നത് പണ്ട് കുറെ കാലം റോബർട്ടിന്റെ കൂടെ ജോലി ചെയ്തതിന്റെ ഒരു നന്ദിയായിട്ടാണ്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അവൾ റോബർട്ടിനോട് പറഞ്ഞു. ഞാനിപ്പോ അവൻ എന്നെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്. ഞാൻ അവനെ ചതിച്ചുവെന്ന് അവൻ അറിയാൻ പാടില്ല എന്ന് ഒളീവിയ പറഞ്ഞു. നീ പേടിക്കണ്ട, ഇന്ന് രാത്രി ഞാൻ അവന്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടാം. അപ്പോൾ ഒരു മോഷണം നടന്നതാണെന്നും അവന്റെ ഡയറി കാണാതെ വരുമ്പോൾ ഞാനാണ് ആ മോഷണം നടത്തിയതെന്നും അവൻ കരുതുമെന്ന് റോബർട്ട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആൽഫ്രഡ് അങ്ങനെ തന്നെ കരുതുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഷോ കഴിഞ്ഞിട്ട് ആൽഫ്രഡ് അവന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പിന്നാലെ അവൻ കാണാതെ റോബർട്ട് അവനെ ഫോളോ ചെയ്തു. അത് അകലെ നിന്ന് ഫാലൻ ശ്രദ്ധിക്കാനിടയായി. അങ്ങനെ റോബർട്ട് കാണാതെ ഫാലൻ റോബർട്ടിനെ ഫോളോ ചെയ്തു. കുറച്ചു ദൂരം പോയപ്പോൾ ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് റോബർട്ട് കയറിപ്പോയി. ഇവനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ഫാലനും പിന്നാലെ പോയി. പക്ഷെ അത് ശരിക്കും ഒരു ട്രാപ്പ് ആയിരുന്നു. അവൻ കെട്ടിടത്തിൽ കാലെടുത്ത് വെച്ചതും തറയിലെ പലകകൾ ഇളകി അവൻ താഴെ ബേസ്മെന്റിൽ ചെന്ന് വീണു. അവിടെ കട്ടർ ഒരു ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫാലൻ വന്ന് വീണതും കട്ടർ ആ ബോക്സ് അങ്ങ് അടച്ചു വെച്ചു. ഉടനെ ഫാലൻ ഉള്ളിൽ നിന്ന് വെടിവെച്ചു. കട്ടറിന്റെ കയ്യിലാണ് വെടികൊണ്ടത്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം ആൽഫ്രഡിനോട് ഒരു സെമിത്തേരിയിൽ വരണമെന്ന് റോബർട്ട് അറിയിച്ചു. അങ്ങനെ ആൽഫ്രഡ് അവിടെ പോയപ്പോൾ മര്യാദയ്ക്ക് നിന്റെ ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാനുള്ള സീക്രട്ട് വാക്ക് പറഞ്ഞു തന്ന നിനക്ക് നിന്റെ ഫാലനെ ജീവനോടെ കാണാം എന്ന് റോബർട്ട് പറഞ്ഞു. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ അവൻ ആ സീക്രട്ട് വാക്ക് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു. ടെസ്ല എന്നായിരുന്നു ആ വാക്ക്. നിനക്ക് വേണ്ടത് ട്രാൻസ്പോർട്ടർ മാനിന്റെ ട്രിക്കിന് പിന്നിലെ സീക്രട്ട് ആണ്. ടെസ്ല എനിക്കൊരു മെഷീൻ ഉണ്ടാക്കി തന്നു, ടെലിപോർട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ. അതുപയോഗിച്ചാണ് ഞാൻ ആ ട്രിക്ക് ചെയ്യുന്നത്. അങ്ങനെയെല്ലാം ആൽഫ്രഡ് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ റോബർട്ടിന് സന്തോഷമായി. ഫാലൻ എവിടെയാണെന്ന് അവനും ആൽഫ്രഡിന് പറഞ്ഞു കൊടുത്തു. ശേഷം റോബർട്ട് കട്ടറിന്റെ പക്കൽ പോയി. വെടിയുണ്ടത് കാരണം അയാൾ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. എത്രയും വേഗം തന്നെ അമേരിക്കയിൽ പോയി ടെസ്ലയെ ചെന്ന് കണ്ട് ആൽഫ്രഡിന് ഉണ്ടാക്കി കൊടുത്തതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടാക്കിക്കണം. അതാണ് റോബർട്ടിന്റെ അടുത്ത ലക്ഷ്യം. പക്ഷേ കട്ടറിന് ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ അടുത്ത ദിവസം തന്നെ റോബർട്ട് ഒറ്റയ്ക്ക് അമേരിക്കയിലോട്ട് പോയി. യാത്രക്കിടയിൽ അവൻ സമയം കിട്ടുമ്പോഴൊക്കെ ആൽഫ്രഡിന്റെ ഡയറി വായിക്കുമായിരുന്നു. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം കോഡ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ടെസ്ല എന്ന വാക്ക് ഉപയോഗിച്ച് അതിനെ മനസ്സിലാകുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര പാടാണ്. ഒരു പേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ ഒരു ദിവസം എടുക്കും. എന്തായാലും US-ൽ കൊളോറാഡോ എന്ന സ്ഥലത്താണ് ടെസ്ല ഉള്ളത്. അവൻ എത്തിയപ്പോൾ അവിടെ മഞ്ഞ് പൊഴിയുന്ന കാലമായിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുത്തു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അവൻ നേരെ ടെസ്ലയെ കാണാൻ പോയി. ഒരു മലയ്ക്ക് മുകളിലാണ് ടെസ്ലയുടെ ലാബ്. ആരും അകത്ത് കയറാതിരിക്കാൻ തൊട്ടാൽ കറണ്ട് അടിക്കുന്ന മുള്ളുവേലിയൊക്കെ ലാബിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. ടെസ്ലയുടെ അസിസ്റ്റന്റ് ആലിയാണ് വന്ന് ഗേറ്റ് തുറന്നേ. പണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ ടെസ്ല ടെലിപോർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുപോലൊരു മെഷീൻ എനിക്കും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് റോബർട്ട് പറഞ്ഞു. പക്ഷേ ടെസ്ല ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റിസർച്ചിനിടയിലാണ്, അതുകൊണ്ട് ആരെയും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആലി റോബർട്ടിനെ മടക്കി അയച്ചു. ഞാൻ താഴെ ഹോട്ടലിൽ കാണും, റിസർച്ച് കഴിയുമ്പോൾ എന്നെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റോബർട്ട് ഹോട്ടലിലേക്ക് പോയി. പിന്നെ ഫുൾ ടൈം ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആലി അവനെ കാണാൻ വന്നു. ടെസ്ല റോബർട്ടിനെ കാണാമെന്ന് പറഞ്ഞുവെന്ന് അറിയിക്കാനാണ് അവൻ വന്നേ. അങ്ങനെ അവസാനം റോബർട്ട് ടെസ്ലയെ കാണാൻ മലമുകളിലേക്ക് പോയി. നീ പറയുന്ന മെഷീൻ ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ അതിന് കുറെ നാളുകൾ എടുക്കുമെന്ന് ടെസ്ല റോബർട്ടിനോട് പറഞ്ഞു. ശേഷം വീണ്ടും 2 മാസത്തോളം സമയം കഴിഞ്ഞ് നീ പറഞ്ഞ മെഷീൻ റെഡിയായിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ദിവസം ടെസ്ല റോബർട്ടിനെ വിളിച്ചു വരുത്തി. ആദ്യമായിട്ട് ടെലിപോർട്ട് ചെയ്യാൻ റോബർട്ടിന്റെ തൊപ്പി തന്നെ ഉപയോഗിച്ചു. പക്ഷേ മെഷീൻ ഓൺ ചെയ്തപ്പോൾ കുറെ മിന്നലുകളും പുകയും ഉണ്ടായെന്നല്ലാതെ തൊപ്പി ടെലിപോർട്ട് ആയിട്ടില്ല. മെഷീൻ എന്തോ കുഴപ്പമുണ്ട്, നീ പോയിട്ട് അടുത്ത ആഴ്ച വരാൻ ആലി പറഞ്ഞു. അങ്ങനെ വീണ്ടും റോബർട്ട് ഹോട്ടലിൽ ചെന്നിരുന്നു ഡയറി വായന തുടർന്നു. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഡയറിയുടെ അവസാനത്തെ പേജ് വരെ എത്തി. അപ്പോൾ അതിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ വായിച്ച് അവൻ ഞെട്ടിപ്പോയി. ശരിക്കും ഒളീവിയ ഈ ഡയറി കൊണ്ടുവന്ന് കൊടുത്തത് റോബർട്ടിനോടുള്ള നന്ദി കാരണമൊന്നുമല്ല, മറിച്ച് ആൽഫ്രഡ് പറഞ്ഞിട്ടാണ് അവളത് ചെയ്തേ. ടെസ്ല എന്നത് അവന്റെ ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനുള്ള ഒരു കോഡ് മാത്രമായിരുന്നു. ശരിക്കും ടെസ്ല ടെലിപോർട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ ഒന്നും അവന് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല. ടെസ്ലയുടെ കാര്യം പറയുമ്പോൾ റോബർട്ട് അമേരിക്കയിലോട്ട് വരുമെന്ന് ആൽഫ്രഡിന് അറിയാമായിരുന്നു. അങ്ങനെ റോബർട്ടിനെ കുറെ കാലത്തേക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആൽഫ്രഡ് ചെയ്തേ. എല്ലാം മനസ്സിലായപ്പോൾ റോബർട്ടിന് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. അവൻ വേഗം വീണ്ടും മലമുകളിലേക്ക് പോയി. ടെസ്ല ഒരിക്കലും ഈ ടെലിപോർട്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് അറിയാടാ. എന്റെ കാശ് മൊത്തം നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മോട്ടിച്ചില്ലേ. എന്റെ മുഴുവൻ ജീവിതമാണ് നിങ്ങൾ കാരണം ഇപ്പൊ തകർന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ആലിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ടെസ്ല വന്നിട്ട് നിന്റെ കാശ് ഞങ്ങൾ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ശരിക്കും ഞങ്ങൾ നീ പറഞ്ഞ മെഷീൻ ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിന്റെ തൊപ്പി ടെലിപോർട്ട് ചെയ്യാൻ പറ്റിയില്ല. തൊപ്പിക്ക് പുറമെ വേറെയും പല വസ്തുക്കളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും തന്നെ ടെലിപോർട്ട് ആകുന്നില്ല എന്ന് ടെസ്ല പറഞ്ഞു. എന്നിട്ട് ഒരുപക്ഷെ ഏതെങ്കിലും ജീവിയിൽ ഇത് നേരിട്ട് പരീക്ഷിച്ച് നോക്കിയാൽ വർക്ക് ആകുമായിരിക്കുമെന്ന സംശയമുണ്ടെന്നും പറഞ്ഞ് ടെസ്ല ഒരു പൂച്ചയെ ആ മെഷീനിൽ വെച്ചു. പക്ഷെ എന്നിട്ടും കുറെ മിന്നലുകൾ ഉണ്ടായെന്നല്ലാതെ മെഷീൻ വർക്ക് ആകുന്നില്ല. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട റോബർട്ട് വിഷ
വിഷമത്തോടെ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ കുറച്ചു ദൂരം നടന്നതും നേരത്തെ അകത്ത് വെച്ച് കണ്ട പൂച്ചയുടെ അതേ രീതിയിൽ ഒരു പൂച്ച കരയുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ അവിടെ വെച്ച് കണ്ട കാഴ്ച ശരിക്കും അവനെ അത്ഭുതപ്പെടുത്തി. അവിടെ അവന്റെ തൊപ്പിയെ പോലെ ഒരുപാട് തൊപ്പികൾ കിടക്കുന്നു. അതുപോലെ ഇപ്പോൾ അകത്ത് വെച്ച് കണ്ട അതേ പൂച്ചയും നിൽക്കുന്നു. അവൻ പെട്ടെന്ന് ടെസ്ലയെ വിളിച്ചത് കാണിച്ചു. സംഭവം യഥാർത്ഥത്തിൽ ടെസ്ലയുടെ മെഷീൻ വർക്ക് ആകുന്നുണ്ടായിരുന്നു. പക്ഷെ വെറുതെ ടെലിപോർട്ട് ചെയ്യുന്നതിന് പകരം ആ മെഷീനിൽ വെക്കുന്ന വസ്തുക്കളെ ക്ലോണിങ്ങും കൂടെ ചെയ്യുകയാണ്. അതായത് മെഷീനിൽ ഏതൊരു വസ്തുവിനെ വെച്ചാലും ആ വസ്തുവിന്റെ ഒരു മാറ്റവും ഇല്ലാത്ത അതേപോലത്തെ മറ്റൊരു പകർപ്പിനെ കൂടെ മെഷീൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ പകർപ്പിനെ മെഷീന്റെ പരിസരത്ത് എവിടെയെങ്കിലും ടെലിപോർട്ടും ചെയ്യും. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എനിക്കൊരു 2 ആഴ്ച കൂടെ സമയം തന്നാൽ ഞാൻ ഈ മെഷീനെ കൂടുതൽ പരിശോധിച്ച് ക്ലോണിംഗ് മാറ്റി നീ പറഞ്ഞ പോലെ ടെലിപോർട്ട് ചെയ്യുന്ന മെഷീനാക്കി തരാമെന്ന് ടെസ്ല പറഞ്ഞു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ടെസ്ലയുടെ ലാബ് മുഴുവൻ കത്തി എരിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. അതുകണ്ട് അവന്റെ മനസ്സ് വീണ്ടും തകർന്നുപോയി. ഇത് തോമസ് എഡിസന്റെ ആൾക്കാർ ചെയ്ത പണിയാണ്. എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എഡിസണും ടെസ്ലയും ശത്രുക്കളായിരുന്നു. അത് ഈ സിനിമയിൽ മാത്രമല്ല, അല്ലാതെ റിയൽ ലൈഫിലും യഥാർത്ഥത്തിൽ അവർ ശത്രുക്കൾ തന്നെ ആയിരുന്നു. അങ്ങനെ മനസ്സ് തകർന്ന് അവൻ ലണ്ടനിലേക്ക് തിരികെ പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോഴാണ് ഹോട്ടലിലെ ഒരു സ്റ്റാഫ് വന്നിട്ട് ടെസ്ല നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു മെഷീൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ചെന്ന് നോക്കിയപ്പോൾ അത് ടെലിപോർട്ടിംഗ് മെഷീനാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന മുഴുവൻ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ശേഷം അവൻ മെഷീനും കൊണ്ട് ലണ്ടനിലേക്ക് പോയി. റോബർട്ട് കൊളോറാഡോയിലായിരുന്ന കാലം കൊണ്ട് ആൽഫ്രഡ് ലണ്ടനിൽ ഒരുപാട് ഷോകളൊക്കെ നടത്തി വലിയ മാജിഷ്യനായി മാറിയിരുന്നു. ഇപ്പോൾ യൂറോപ്പ് മുഴുവൻ അവൻ പ്രശസ്തനാണ്. പക്ഷേ അവന് ഒളീവിയയുമായുള്ള ബന്ധം സാറ അറിയാനിടയായി. അതിനുശേഷം പിന്നെ എപ്പോഴും ആൽഫ്രഡും സാറയും തമ്മിൽ വഴക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ ഭർത്താവ് കൈവിട്ടു പോയെന്ന് തോന്നി സങ്കടം സഹിക്കാനാകാതെ അവള് ആത്മഹത്യ ചെയ്തു. സാറയുടെ മരണത്തിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒളീവിയ ആൽഫ്രഡിനെ കാണാൻ വന്നു. അവര് തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ ഞാൻ അവളെ ഒട്ടും തന്നെ സ്നേഹിച്ചിരുന്നില്ല, ഞാൻ എപ്പോഴും സ്നേഹിച്ചിരുന്നത് നിന്നെയാണ് എന്ന് ആൽഫ്രഡ് പറഞ്ഞു. അത് കേട്ട് ഒളീവിയയ്ക്ക് അത്ഭുതം തോന്നി. അവന്റെ ഭാര്യ മരിച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും അവൻ ഇങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നുവെന്ന് ഓർത്ത് അവൾക്ക് അവനോട് വെറുപ്പ് തോന്നി. അങ്ങനെയാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കണമെന്ന് പറയണതും വെറും നുണയായിരിക്കും. നാളെ ഇനി ഞാൻ മരിച്ചാലും നീ അടുത്ത ദിവസം തന്നെ വേറൊരു തീരെടുത്ത് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയുമല്ലോ, നീ ഒരു മനുഷ്യനെ അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവനെ വിട്ടു പോയി. അതിനുശേഷം വീണ്ടും 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് റോബർട്ട് കൊളോറാഡോയിൽ നിന്ന് ലണ്ടനിൽ തിരികെ എത്തിയത്. വന്ന ഉടൻ തന്നെ അവൻ ടെസ്ലയുടെ മെഷീൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എന്നിട്ട് അവൻ കട്ടറിനെ വിളിച്ചു വരുത്തി 1 മാസത്തേക്ക് ലണ്ടനിലെ ഏറ്റവും വലിയ തിയേറ്റർ സംഘടിപ്പിച്ചു തരാൻ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവസാനമായിട്ട് ഷോ നടത്താൻ പോവുകയാണ്. അടുത്ത 1 മാസം മുഴുവൻ ലണ്ടനിലെ ഏറ്റവും വലിയ തിയേറ്ററിൽ എന്റെ ഷോ നടത്തണം. എത്ര കാലമായാലും ആരും മറക്കാത്ത എത്ര ഗംഭീരമായ ഷോ ആയിരിക്കും അത്. കാരണം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു മഹാ മാജിക് ഞാൻ ഈ ഷോയിൽ കാണിക്കും എന്ന് റോബർട്ട് പറഞ്ഞു. അതെന്താണെന്ന് കട്ടർ ചോദിച്ചപ്പോൾ ശരിക്കുമുള്ള ട്രാൻസ്പോർട്ടർ മാൻ ആണെന്ന് റോബർട്ട് പറഞ്ഞു. എന്നിട്ട് ടെസ്ലയുടെ മെഷീൻ പ്രവർത്തിപ്പിച്ച് കാണിക്കുകയും ചെയ്തു. അവൻ സ്റ്റേജിന്റെ നടുക്ക് വെച്ച് അപ്രത്യക്ഷമായിട്ട് കാഴ്ചക്കാരെല്ലാം ഇരിക്കുന്നതിന്റെ ഏറ്റവും പിന്നിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ശരിക്കും ടെസ്ലയുടെ മെഷീൻ വർക്ക് ആകുന്നുണ്ട്. ശേഷം കാശൊക്കെ വാരി എറിഞ്ഞ് വെറും 1 ആഴ്ച കൊണ്ട് തന്നെ സ്റ്റേജൊക്കെ റെഡിയാക്കി. അടുത്ത ആഴ്ച മുതൽ അവന്റെ ഷോയും തുടങ്ങി. ആൾക്കാരൊക്കെ അവന്റെ പുതിയ മാജിക് കണ്ട് ഞെട്ടിപ്പോയി. ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂറോപ്പ് മുഴുവൻ റോബർട്ട് ഫേമസ് ആയി. ആൽഫ്രഡും ഫാലനും ഇത് കണ്ട് അതിശയിച്ചു. സാധാരണ റോബർട്ടിന്റെ എല്ലാ മാജിക്കിന്റെയും പിന്നിലുള്ള സീക്രട്ടുകൾ വളരെ നിസ്സാരമായിട്ട് തന്നെ ആൽഫ്രഡിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് മാത്രം ഇവൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആൽഫ്രഡിന് മനസ്സിലായില്ല. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കതറിയേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് ആൽഫ്രഡ് ഫാലനോട് പറഞ്ഞു. പക്ഷെ എന്നിട്ടും മനസ്സമാധാനമില്ലാതെ അവൻ ഒരു ദിവസം വേഷം മാറി റോബർട്ടിന്റെ പുതിയ ഷോയ്ക്ക് പോയി. എന്തായാലും റോബർട്ട് താഴെ വീഴുമെന്ന് അവൻ അറിയാം. പക്ഷെ അവിടുന്ന് എങ്ങനെയാണ് ഒറ്റ സെക്കൻഡിൽ അവൻ കാഴ്ചക്കാരുടെ പിന്നിലെത്തുന്നതെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് മാജിക് തുടങ്ങിയപ്പോൾ അവൻ നേരെ സ്റ്റേജിന്റെ അടിയിലത്തെ നിലയിൽ പോയി. അവിടെ റോബർട്ട് വീഴേണ്ട സ്ഥലത്ത് മെത്തയ്ക്ക് പകരം ഒരു വാട്ടർ ടാങ്ക് ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. അധികം താമസിക്കാതെ മുകളിൽ നിന്ന് റോബർട്ട് ആ ടാങ്കിൽ വന്ന് വീഴുകയും ചെയ്തു. വീണയുടൻ ടാങ്കിന്റെ ഡോർ അടഞ്ഞു. അവൻ കിടന്ന് പിടയാൻ തുടങ്ങി. അത് കണ്ട ആൽഫ്രഡ് ശരിക്കും പകച്ചുപോയി. അവൻ പെട്ടെന്നൊരു വടിയെടുത്ത് ഗ്ലാസ് തകർക്കാൻ നോക്കി. പക്ഷെ അത് പറ്റിയില്ല. എന്താണ് നടക്കുന്നതെന്ന് ഒന്നും തന്നെ ആൽഫ്രഡിന് മനസ്സിലായില്ല. അങ്ങനെ അവൻ പകച്ചു നിൽക്കുന്ന സമയത്തിലാണ് അവിടെ കട്ടർ ഇറങ്ങി വന്നത്. അയാൾ വന്നപ്പോഴേക്കും റോബർട്ട് മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീനാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവനല്ല റോബർട്ടിനെ കൊന്നത്. അവൻ വരുന്നതിന് മുന്നേ തന്നെ അവിടെ ടാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ തെളിവുകളെല്ലാം അവനെതിരായതുകൊണ്ട് കോടതി അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം കാൻഡിലോ അവനെ കാണാൻ വന്നു.
കാഡ്ലോയെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. കാരണം അത് റോബർട്ട് ആയിരുന്നു. അവൻ മരിക്കുന്നത് ആൽഫ്രഡ് നേരിട്ട് കണ്ടതാണ്. പിന്നെ എങ്ങനെ അവൻ വീണ്ടും ജീവനോടെ വന്നതെന്നോർത്ത് ആൽഫ്രഡ് അത്ഭുതപ്പെട്ടു. എടാ, നീ ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നെ ടാങ്കിൽ വീണതാരടാ? നീ എന്നെ കുടുക്കിയതാണല്ലേ? നാളെ അവരെന്നെ തൂക്കിക്കൊല്ലും. എന്റെ ജീവൻ വെച്ചാണ് നീ കളിക്കുന്നത്. നീ സത്യങ്ങളൊക്കെ പോലീസുകാരോട് തുറന്നു പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുവാടാ എന്നൊക്കെ പറഞ്ഞ് അവൻ റോബർട്ടിനോട് അലറി. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ റോബർട്ട് അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. വീട്ടിൽ അവനെയും കാത്ത് കട്ടർ നിൽപ്പുണ്ടായിരുന്നു. കാഡ്ലോയെ കാണാനാണ് അയാൾ വന്നത്. പക്ഷെ കണ്ടത് റോബർട്ടിനെ ജീവനോടെ കണ്ട കട്ടറും അന്തം വിട്ടുപോയി. നിന്റെ തണുത്തു വിറച്ച ശരീരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, പിന്നെങ്ങനെ നീ ജീവനോടെ നിൽക്കുന്നേ എന്ന് അതിശയത്തോടെ കട്ടറും ചോദിച്ചു. പക്ഷെ അവനൊന്നും തന്നെ പറഞ്ഞില്ല. എന്താണെങ്കിലും റോബർട്ട് ആൽഫ്രഡിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ചതിയായിരുന്നു അവന്റെ മരണമെന്ന് മാത്രം കട്ടറിന് മനസ്സിലായി. ഇത്രയും നാള് ഞാൻ നിന്റെ കൂടെ നിന്നത് നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അവനെ ഇന്ന് തൂക്കിക്കൊല്ലും. അതോടെ നീ അവനെ കൊല്ലുക മാത്രമല്ല, അവന്റെ മകളുടെ ജീവിതവും കൂടെ വഴിയാധാരമാക്കുകയാണ്. ഇവിടെ വെച്ച് ഇതെല്ലാം നിർത്തിക്കൂടെ എന്ന് കട്ടർ ചോദിച്ചു. പക്ഷെ അവൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. പ്രതികാരം അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരുന്നു. ശേഷം അന്ന് വൈകുന്നേരം ആൽഫ്രഡിനെ കാണാൻ ഫാലൻ വന്നു. നീ പറഞ്ഞതുപോലെ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതേണ്ടതായിരുന്നു. പക്ഷെ അത് കേൾക്കാതെ ഞാൻ അവന്റെ ഷോയ്ക്ക് പോയി. ഇനി എന്റെ ജീവിതവും കൂടെ മകൾക്ക് വേണ്ടി നീ ജീവിക്കണമെന്ന് ആൽഫ്രഡ് ഫാലനോട് പറഞ്ഞു. ഒടുവിൽ അന്ന് രാത്രി അവരവനെ തൂക്കിലേറ്റി. അങ്ങനെ ആൽഫ്രഡ് മരണപ്പെട്ടു. അവൻ തൂക്കിലേറ്റപ്പെട്ട അതേ സമയം ഫാലൻ റോബർട്ടിനെ കൊല്ലാൻ പോയി. റോബർട്ടിനെ കണ്ടതും കൂടുതലൊന്നും പറയാതെ അവന്റെ നെഞ്ചത്ത് തന്നെ ഫാലൻ വെടിവെച്ചു. എന്നിട്ട് ഫാലൻ അവന്റെ മീശയും താടിയുമൊക്കെ എടുത്തു മാറ്റി. അത് കണ്ടപ്പോൾ റോബർട്ട് ഞെട്ടിപ്പോയി. കാരണം അത് ആൽഫ്രഡ് ആയിരുന്നു. സംഭവം ആൽഫ്രഡും ഫാലനും യഥാർത്ഥത്തിൽ ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. അത് പുറത്താരോടും അവൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ട്രാൻസ്പോർട്ടർ മാൻ ട്രിക്കിന് പിന്നിലെ അവന്റെ യഥാർത്ഥ സീക്രട്ട്. ആൽഫ്രഡും അവന്റെ ട്വിന്നും മാറി മാറി ഫാലന്റെ വേഷമണിയുമായിരുന്നു. അതായത് ഒരിക്കൽ അവൻ ഫാലൻ ആകുമ്പോൾ അടുത്ത തവണ അവന്റെ ട്വിൻ ആയിരിക്കും ഫാലൻ ആകുന്നത്. അതുപോലെ സ്റ്റേജിലും ഒരു ഷോയിൽ അവൻ പുറത്തു വരുമ്പോൾ അടുത്ത ഷോയിൽ ട്വിൻ ബ്രദർ ആയിരിക്കും പുറത്തു വരുന്നത്. അത് മാത്രമല്ല, അവരുടെ ജീവിതം മുഴുവനും ഇതുവരെ അവരെ പരസ്പരം ഷെയർ ചെയ്യുകയായിരുന്നു. സിനിമയിലുടനീളം നമ്മൾ ആൽഫ്രഡ് ആയിട്ട് കാണുന്നത് ശരിക്കും ആൽഫ്രഡിനെ മാത്രമല്ല, മറിച്ച് അവന്റെ ട്വിൻ ബ്രദറിനെ കൂടെയാണ്. അതാണ് തുടക്കം മുതൽ അവനെ ഓരോ തവണ കാണിക്കുമ്പോഴും വ്യത്യസ്തമായ സ്വഭാവമായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് നീ ചില ദിവസങ്ങളിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, എന്നാൽ ചില ദിവസങ്ങളിൽ നീ വിചിത്രമായിട്ടാണ് പെരുമാറുന്നതെന്ന് ആദ്യം കട്ടർ പറഞ്ഞിരുന്നു. അതുപോലെ ചില ദിവസങ്ങളിൽ നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് സത്യമാണെന്നും പക്ഷേ ചില ദിവസങ്ങളിലാണെങ്കിൽ അത് കള്ളമാണെന്നും സാറയും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ശരിക്കും ഇതാണ്. അവര് ചില ദിവസങ്ങളിൽ കാണുന്നത് ആൽഫ്രഡിനെയും മറ്റു ചില ദിവസങ്ങളിൽ കാണുന്നത് അവന്റെ ട്വിൻ ബ്രദറിനെയുമായിരുന്നു. ട്രാൻസ്പോർട്ടർ മാൻ എന്ന ഒരൊറ്റ ട്രിക്കിന് വേണ്ടി അവരവരുടെ ജീവിതം മുഴുവൻ ആരും അറിയാതെ പരസ്പരം ഷെയർ ചെയ്തതാണ്. ആൽഫ്രഡ് സ്നേഹിച്ചിരുന്നത് സാറയെയും ഒളീവിയയെ സ്നേഹിച്ചത് യഥാർത്ഥത്തിൽ ട്വിൻ ബ്രദറുമാണ്. അതാണ് സാറ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒളീവിയയുടെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞേ. അത് ശരിക്കും ട്വിൻ ബ്രദർ ആയിരുന്നു. പണ്ട് ജൂലിയയുടെ കയ്യിൽ വേറൊരു രീതിയിൽ കയറ് കെട്ടിയതും ട്വിൻ ബ്രദറാണ്. അതുകൊണ്ടാണ് നീ ഏത് രീതിയിലാണ് കെട്ടിയതെന്ന് റോബർട്ട് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ലെന്ന് ആൽഫ്രഡ് പറഞ്ഞത്. കാരണം റോബർട്ട് അത് ചോദിച്ചത് ശരിക്കുമുള്ള ആൽഫ്രഡിനോടായിരുന്നു. ആൽഫ്രഡിന് മാജിക്കിനേക്കാളും അവന്റെ പ്രൊഫഷനേക്കാളും അവന്റെ ഫാമിലി ആയിരുന്നു കൂടുതൽ പ്രധാനം. എന്നാൽ ട്വിൻ ബ്രദറിന് നേരെ തിരിച്ചും. അതുകൊണ്ടാണ് റോബർട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആൽഫ്രഡ് അത് കളഞ്ഞിട്ടും ട്വിൻ ബ്രദർ വേഷം മാറി റോബർട്ടിന്റെ ഷോയ്ക്ക് പോയത്. എന്നാൽ ആൽഫ്രഡ് തന്റെ ഷോയ്ക്ക് വരുമെന്ന് റോബർട്ടിന് അറിയാമായിരുന്നു. അതിനുവേണ്ടി അവൻ ഓരോ ദിവസവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ട്വിൻ ബ്രദർ വന്നതും അവനെ ട്രാപ്പ് ചെയ്ത് കൊലക്കേസിൽ കുടുക്കിയതും. അതായത് ഇപ്പോൾ തൂക്കിലേറ്റപ്പെട്ടത് ട്വിൻ ബ്രദറാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും അന്ന് ടാങ്കിൽ മുങ്ങി മരിച്ചത് ആരായിരുന്നു? ഇനിയാണ് റോബർട്ടിന് പിന്നിലെ രഹസ്യം അവൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ടെസ്ലയ്ക്കും മെഷീൻ പൂർണ്ണമായും ശരിയാക്കാൻ പറ്റിയില്ലായിരുന്നു. അതിനു മുന്നേ എഡിസന്റെ ആൾക്കാർ വന്ന് ലാബ് കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് ടെലിപോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, നേരത്തെ കണ്ടതുപോലെ ഇത് ക്ലോണിങ്ങും കൂടെ ചെയ്യും. അന്ന് ആദ്യമായിട്ട് റോബർട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൻ രണ്ടായിട്ട് ക്ലോൺ ആവുകയാണ് ചെയ്തത്. ആൽഫ്രഡിനാണെങ്കിൽ അവന്റെ ജീവിതവും വിജയങ്ങളുമൊക്കെ അവന്റെ ട്വിൻ ബ്രദറുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വിഷയമേ അല്ല. ട്രാൻസ്പോർട്ടർ മാന്റെ വിജയത്തിന് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ അവന് യാതൊരു മടിയുമില്ലായിരുന്നു. അവര് തമ്മിൽ ഒരാൾ മറ്റേ ആളേക്കാൾ വലുതാണെന്ന ചിന്തയും ഉണ്ടായിരുന്നില്ല. പക്ഷേ റോബർട്ട് അങ്ങനെ ആയിരുന്നില്ല. അവന് എല്ലാ വിജയങ്ങളും എന്റേത് മാത്രമായിരിക്കണമെന്ന ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാരിക്ക് കയ്യടി കിട്ടുമ്പോൾ റോബർട്ടിന് അത് സഹിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അവൻ ടെസ്റ്റ് ചെയ്ത സമയത്തിൽ ഒരുപക്ഷെ ഇത് നേരത്തെ പോലെ ക്ലോൺ ആവുകയാണെങ്കിൽ ആ ക്ലോണിനെ അങ്ങ് കൊല്ലണമെന്ന് കരുതി മെഷീന്റെ അടുത്ത് ഒരു തോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഷീൻ ഒരു കുഴപ്പമുണ്ട്. എന്താന്ന് വെച്ചാൽ അത് ചില സമയങ്ങളിൽ അതിൽ വെക്കുന്ന യഥാർത്ഥ വസ്തുവിനെ ആയിരിക്കും ടെലിപോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് മെഷീനിൽ ആ വസ്തുവിനെ ക്ലോൺ ആക്കുകയും ചെയ്യും. എന്നാൽ ചില സമയങ്ങളിലാണെങ്കിൽ നേരെ തിരിച്ച് ഒറിജിനൽ വസ്തുവിനെ മെഷീനിൽ തന്നെ വെച്ചിട്ട് ക്ലോണിനെ ആയിരിക്കും ടെലിപോർട്ട് ചെയ്യുന്നത്.
ഇതിലേതാണ് സംഭവിക്കുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയില്ല. അന്ന് ആദ്യമായിട്ട് അവൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒറിജിനൽ റോബോട്ട് ടെലിപോർട്ട് ആവുകയും മെഷീനിൽ ക്ലോൺ ആവുകയുമാണ് ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ അടുത്തിരുന്ന തോക്കെടുത്ത് ക്ലോൺ ഒറിജിനൽ റോബോട്ടിനെ വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്തു. ശേഷം സ്റ്റേജിനടിയിൽ വാട്ടർ ടാങ്ക് വെച്ചത് ക്ലോൺ തന്നെയാണ്. ഓരോ ദിവസവും ഷോ നടത്തുമ്പോഴും ഇങ്ങനെ അവൻ ക്ലോൺ ആവുകയായിരുന്നു. അപ്പോൾ ഒരാള് സ്റ്റേജിനടിയിലെ ടാങ്കിൽ മുങ്ങി മരിക്കും, മറ്റേയാള് ടെലിപോർട്ട് ആവുകയും ചെയ്യും. ഇത് തന്നെയാണ് എല്ലാ ഷോകളിലും റിപ്പീറ്റ് ആയിട്ട് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരൊറ്റ റോബോട്ട് മാത്രമേ എപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കൂ. മെഷീനിൽ കയറുന്ന ആളാണോ അതോ ക്ലോൺ ആയവനാണോ ടെലിപോർട്ട് ആകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും അവൻ ഷോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായിരുന്നു. അതാണ് മാജിക്കിന് വേണ്ടി റോബോട്ട് ചെയ്ത ത്യാഗം. ഇപ്പോൾ ഈ കാണുന്നത് ശരിക്കും എത്രാമത്തെ ക്ലോൺ ആണെന്ന് അവന് തന്നെ യാതൊരു ഐഡിയയുമില്ല. എന്തായാലും അങ്ങനെ ഒടുവിൽ റോബോട്ടിനെ അവൻ കൊന്നുകളഞ്ഞു. ലോകത്തിന് മുന്നിൽ ഇപ്പോൾ ആൽഫ്രഡും മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മറ്റൊരിടത്ത് പുതിയ ജീവിതം തുടങ്ങാൻ തന്റെ മകളെയും കൊണ്ട് ആൽഫ്രഡ് ലണ്ടനിൽ നിന്നും യാത്രയായി. അതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇത് മസ്റ്റായിട്ടും ഒന്നിൽ കൂടുതൽ തവണ കാണേണ്ട സിനിമയാണ്. ഓരോ തവണ കാണുമ്പോഴും നിങ്ങൾക്ക് ഈ കഥയിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാണാൻ കഴിയും. അതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത. അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബും ഒക്കെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം. ഇതുപോലെ വീണ്ടും ഒരു കിടിലൻ സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.